ഹെർലിംഗ് ഹാളണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അദ്ദേഹത്തെ പ്രതീക്ഷിക്കുകയാണ്. ഈ മത്സരത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചല്ല ഹരിത് ഗോളടിച്ചു, ഹാളണ്ട് ഇറങ്ങി ആഹ്ലാദമായി. അതെ, ഹാലൻഡ് ലാസ്റ്റ് മിനിറ്റാണ് ഗോൾ കിടന്നത്. ആദ്യ പകുതിയിൽ 37 മിനിറ്റ് വരെ അദ്ദേഹം പന്ത് തൊട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് രണ്ടാം പകുതിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടനം നമ്മൾ കണ്ടു. പക്ഷേ അതിൽ നമ്മൾ ആ ഒരു അലക്സാണ്ടർ സൊർലോത്ത് എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെയാണ് അവർ വിങ്ങിൽ കളിപ്പിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബോൾ അധികം ബോക്സിലേക്ക് എത്താത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റാൻഡ് ഔട്ടായി നിന്നത് അന്റോണിയോ നുസ എന്ന് പറയുന്ന താരമാണ്. അദ്ദേഹം ആദ്യ പകുതിയിൽ ഒറ്റയ്ക്ക് നോർവേ നയിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്ന് തന്നെ ആ മനോഹരമായ ഗോളും വന്നു. പക്ഷേ എർലിംഗ് ഹാലൻഡ് നമുക്കറിയാം, ഒരു അപകടകാരിയായ ഒരു വൈൽഡ് ബീസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം ബോക്സിൽ. അപ്പോൾ അത്രയും ഡേഞ്ചറസ് ആണ്. അദ്ദേഹത്തെ എല്ലാവരും പേടിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അദ്ദേഹത്തെ പേടിക്കുന്നത് കൊണ്ട് കൂടി തന്നെയാണ് ഈ നുസയെ പോലുള്ള താരങ്ങൾക്ക് അനായാസം കളിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നത്. അപ്പോൾ എർലിംഗ് ഹാലൻഡ് നമുക്കറിയാം ഒരു ഡിസിസീവ് ഫാക്ടറാണ്. അപ്പോൾ അടുത്ത മത്സരത്തിൽ ബ്രസീലിനൊക്കെ എതിരെ ഇറങ്ങുമ്പോൾ ഈ ഹൈറ്റ് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എങ്ങനെ മാർക്കിന്യോസും മഗല്ലസും അദ്ദേഹത്തെ ഡീൽ ചെയ്യുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ ഏറ്റവും ആകാംക്ഷപ്പെടുന്നത്. ഹാലൻഡിന്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എംബാപ്പേനെ പറഞ്ഞപ്പോൾ ഒരു ചാനലിലൂടെ പോകുന്ന ആ ഒരു തരത്തിലൊരു പ്ലേ മേക്കിങ്ങിനൂടെ കപ്പാസിറ്റി ഉള്ള ഒരു പ്ലെയർ ആയിട്ട് നമ്മൾ കണ്ടു. പക്ഷേ ഹാലൻഡ് ഞാൻ വിശ്വസിക്കുന്നത് ബോക്സിനകത്ത് ഒരു സെൻട്രൽ സ്ട്രൈക്കർ ആ റോൾ അദ്ദേഹം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. 37 മിനിറ്റോളം അദ്ദേഹം പന്ത് തൊട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ട്രൈക്കറിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴാണോ പന്ത് കിട്ടുന്നത് മേ ബി ഒരു 1-2 ടച്ച് മാത്രമേ അവിടെ കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷേ ആ കിട്ടുന്ന ചാൻസ് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ കൃത്യമായിട്ട് ആ ഒരു സെൻട്രൽ ഡിഫൻഡേഴ്സിൻ്റെ ഇടയിൽ പ്ലേസ് ചെയ്ത് അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു റോള് ജസ്റ്റ് ഒന്ന് ടാപ്പിൻ ചെയ്യാനേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഹാലൻഡ് അവിടെ കൃത്യമായിട്ട് ചെയ്തു എന്നുള്ളതാണ്. ഒരു കാര്യം ഇതാണ്, നോർവേ എത്ര തോറ്റു നിന്നാലും അല്ലെങ്കിൽ സമനിലയിൽ നിൽക്കുമ്പോഴും നോർവേയുടെ കയ്യിലൊരു മരുന്നുണ്ട്. ആ മരുന്നിന്റെ പേരാണ് എർലിംഗ് ഹാലൻഡ്.